ഹായ് ഫ്രണ്ട്, ഒരു ഹിമാലയൻ യാത്രയിലാണ് ഇന്ന്. രാവിലെ ഞാൻ ട്രക്കിംഗ് തുടങ്ങിയത് കൽഗ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ചെങ്കുത്തായ താഴേക്കുള്ള വഴികൾ വളരെ ദുർഘടമാണ്. ചെറുതും വലുതുമായ കല്ലുകളും മരത്തടികളും നിറഞ്ഞ പാത. ഇരുവശങ്ങളിലും ആപ്പിൾ മരങ്ങൾ, നിറയെ ആപ്പിളുകളും. പച്ചപ്പ് നിറഞ്ഞ ഈ ഭൂപ്രദേശം ആരുടെയും മനസ്സ് കുളിർക്കും. ഒപ്പം ഒരുപാട് പൂച്ചെടികളും. കൽഗ എന്ന ഗ്രാമം ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ പാർവതി വാലി സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു ഗ്രാമമാണ് കൽഗ. ഏകദേശം 2250 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം പച്ചപ്പും ആപ്പിൾ തോട്ടങ്ങളും പരമ്പരാഗത തടി കൊണ്ടുള്ള വീടുകളും കൊണ്ട് സമ്പന്നമാണ്. താഴ്വാരത്തിൽ പാർവതി നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ ഗ്രാമീണ ജീവിതവും പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ്. പുരാതന കാലം മുതൽ ആടുവളർത്തൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹിമാചൽ പ്രദേശിലെ തനതായ കത്കുനി ശൈലിയിലാണ് ഇവിടുത്തെ പഴയ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലും മരവും മാത്രം ഉപയോഗിച്ച് ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഈ നിർമ്മാണ രീതി. ഇവിടുത്തെ പ്രധാന വരുമാനം ആപ്പിൾ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഗ്രാമീണരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്. പ്രശസ്തമായ കിർഗംഗ ട്രക്കിങ്ങിന്റെ പാതയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പുൽഗ, തുൽഗ എന്നീ സമീപ ഗ്രാമങ്ങൾ സഞ്ചാരികൾക്കിടയിൽ ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കസോൾ എന്ന ഗ്രാമത്തേക്കാൾ തിരക്കുകൾ വളരെ കുറഞ്ഞ ഗ്രാമമാണ് കൽഗ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ധ്യാനിക്കാനും എത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ഇടമാണ്. പഴയകാല ഗ്രാമീണ തനിമയും ആധുനിക ടൂറിസവും ചെറിയ തോതിൽ ഇടകലർന്നെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ ആഘോഷമാണ്. വിദേശികളുടെയും സ്വദേശികളുടെയും ഒരു സ്വർഗമാണിവിടെ. ഇവിടുത്തെ ഗ്രാമവാസികൾ വളരെ ആത്മാർത്ഥതയുള്ളതും അതിഥികളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്നവരുമാണ്. അതുപോലെ കഠിനാധ്വാനികളും. കിലോമീറ്ററോളം നടന്നു പോകുന്നത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്.
കാരണം വാഹനങ്ങളുടെ കുറവ് തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ. ഗ്രാമത്തിൽ വലിയ സർക്കാർ സ്ഥാപനങ്ങളോ ATM പോലുള്ള പണമിടപാട് സൗകര്യമോ ഇല്ല. അടുത്തുള്ള വലിയ ടൗണായ ബർഷയിലോ മണിക്കരനോ ലൊക്കേറ്റിലായിരിക്കും ബാങ്കിംഗ്, പ്രധാന സർക്കാർ സേവനങ്ങൾ എന്നിവ ലഭ്യമാകുന്നത്. സഞ്ചാരികൾക്ക് താമസിക്കാൻ ഇവിടെ ഹോം സ്റ്റേകളുണ്ട്. മലയാളികളും ഹോം സ്റ്റേ നടത്തിപ്പുകാരുണ്ട്. ഹിമാചൽ പ്രദേശിലെ ജനങ്ങളുടെ പ്രധാന ആഹാരം ഗോതമ്പ്, അരി, പയർവർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, മാംസം എന്നിവയാണ്. തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ ശരീരത്തിന് ചൂട് നൽകുന്ന മസാലകളും നെയ്യും ഇവിടുത്തെ ഭക്ഷണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ബോട്ടി എന്ന് അറിയപ്പെടുന്ന പരമ്പരാഗത പാചകക്കാർ തയ്യാറാക്കുന്ന വിഭവങ്ങൾ വളരെ പ്രശസ്തമാണ്. ആഘോഷങ്ങൾ. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളും മേളകളും വളരെ പ്രസിദ്ധമാണ്. കുളു ഗ്രാമത്തിലെ ദസറ, ലോസർ മിഷാർ മേള എന്നിവ പ്രധാന ഉത്സവങ്ങളാണ്. ഹിമാചൽ പ്രദേശിലെ പാർവതി താഴ്വരയുടെ അറ്റത്തുള്ള തോഷ് ഗ്രാമം ഒരു കാലത്ത് ശാന്തമായ ഒരു കാർഷിക ഗ്രാമമായിരുന്നു. ഏകദേശം 2400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം പണ്ട് കാലത്ത് ആട്ടിടയന്മാരുടെയും കർഷകരുടെയും ലളിതമായ ജീവിത രീതിയിൽ പേരുകേട്ടതായിരുന്നു. ഇന്നത്തെ എൻ്റെ യാത്ര കൽഗ മുതൽ തോഷ് എന്ന ഗ്രാമം വരെയായിരുന്നു. ശാരീരികമായും മാനസികമായും ഗുഡ് വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളും ഒരിക്കലെങ്കിലും ഇവിടെ വരുമെന്ന് പ്രതീക്ഷയോടെ. ഇവിടെ എത്തിപ്പെടാൻ ബസ്സാണ് ഞാൻ എടുത്ത ഓപ്ഷൻ. ഡൽഹി ടു കസോൾ. ഹായ് ഫ്രണ്ട്, ഒരു ഹിമാലയൻ യാത്രയിലാണ് ഇന്ന്. രാവിലെ ഞാൻ ട്രക്കിംഗ് തുടങ്ങിയത് കൽഗ എന്ന ഗ്രാമത്തിൽ. ഡൽഹി ടു കസോൾ ബസ് കാശ്മീർ ഗേറ്റ് ബസ് സ്റ്റേഷനിൽ താഴെ വഴികൾ വളരെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓൺലൈൻ ബുക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. മിക്കവാറും ബസ്സുകളും നൈറ്റ് സർവീസാണ്. രാവിലെ കസോളിലെത്തും. അവിടെ നിന്ന് ടാക്സിയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൽഗ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ രാഘവൻ മരുതേരി.